പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ കമ്മലേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ കമ്മലേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ കമ്മലേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധമ്മ മാതാവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ഈ കടശി ആഘോഷത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ പങ്കുകാരാകാം. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രദക്ഷിണം ഈ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നമ്മൾ പ്രാർത്ഥനയോടെ സ്വീകരിച്ചു. ഇനി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്തുതിക്കായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ വണക്കമാസ കടശിയുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാം, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാം. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ,
ഈശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. എന്റെ അമ്മ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മ, എന്റെ അമ്മ, എന്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മ, എന്റെ അമ്മ, എന്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ സ്വന്തം അമ്മ നീ. പ്രൈസ് ദി ലോർഡ്. നോക്കിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മാതാവിൻ്റെ പ്രദക്ഷിണം, തുടർന്ന് അച്ഛൻ്റെ മരിയൻ സന്ദേശം, അതിനുശേഷം ജപമാലയാണ്. ജപമാലയും നിയോഗങ്ങളും. ജപമാല തമിഴിലാണ് ഇന്നത്തെ ജപമാല കടശിക്ക് അർപ്പിക്കുന്നത്. നമ്മുടെ മരിയൻ മിനിസ്ട്രിയിലുള്ള വിജയകുമാർ സാറും അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളുമാണ് തമിഴ് ജപമാല നടത്തുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങളുടെ നിയോഗങ്ങൾ ജപമാലയ്ക്കിടയിലൂടെ സമർപ്പിക്കും. അതിനുശേഷം വിജയകുമാർ സാറിൻ്റെ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മരിയൻ സന്ദേശവും അനുഭവ സാക്ഷ്യമുണ്ട്. തുടർന്ന് വണക്കം വായിക്കും. പിന്നെ ലതീഞ്ഞ, ലഘുഭക്ഷണം, അങ്ങനെ വളരെ മനോഹരമായ മണിക്കൂറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു മരിയൻ ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ജീവിക്കുകയാണ്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതിനാണ് മരിയൻ എന്ന് പറയണതെന്ന്. അങ്ങനെയില്ല. ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിലാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും നല്ല ബോധമുണ്ട്. ഇപ്പം ഒന്നാമത്തിൽ ഒരു 60% ഡിഗ്രി കഴിഞ്ഞവരാണ്, അഭ്യസ്ത വിദ്യരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. 60% ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട്, മഴയാണെങ്കിലും കേരളം മുഴുവനും മുങ്ങിക്കിടക്കുകയാണെങ്കിലും വെളുപ്പിനെ കണ്ണും കാണാൻ പാടില്ല. ഇടുക്കിയിലൊക്കെ 10 മണിയാവും നേരം വെളുക്കുമ്പോൾ, അത്രയ്ക്ക് ഫോഗാണ്. പക്ഷെ അവർ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് വരിക ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടെയൊക്കെ വന്ന് എത്തുമ്പോൾ ഈ മഴയെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 10:30 മണി, 10:45 ചില ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് നേരെ ക്ലാസ്സിലോട്ട് കയറണത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ മഴയുടെ കാലത്തും പ്രളയം പോലുള്ള ദുസ്സഹമായ ജീവിത സാഹചര്യം ഉള്ളപ്പോഴും
വൈകുന്നേരം മഴ പെയ്യുമെന്ന് ഉറപ്പാകുമ്പോഴും പിന്നെയും വന്ന് ഉഴമ്പെടുക്കുന്നതിൻ്റെ കാരണം ആൾക്കാർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പം കാര്യം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നമ്മൾ പറ്റിക്കപ്പെടത്തില്ല. കാര്യം ഇത് സത്യസന്ധമായ, ഇപ്പം ജനലക്ഷങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളല്ലേ വരണത്. സത്യസന്ധമായ ജനങ്ങൾ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടിങ്ങനെ ഒരു സങ്കടം വന്ന ഉടനെ നിങ്ങൾ ഉടമ്പടി എടുത്തു എന്നാണ് ആൾക്കാർ ചോദിക്കണേ. അതിൻ്റെ കാര്യം ആ ആൾക്കാരുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങളെന്ന് പറയുമ്പോൾ അമ്മ മാതാവ് ഒരു മനുഷ്യൻ്റെ എന്ത് ജീവിതാവസ്ഥകളാണ് അതിനോട് വളരെ അർത്ഥവത്തായിട്ടാണ് അമ്മ പ്രതികരിക്കുന്നത്. ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. അപ്പോൾ ഇന്നൊരു മകള് വിഷമിച്ചങ്ങനെ നിൽക്കുക. അപ്പോൾ അവളുടെ അടുത്ത് ഒരു ചേടത്തി വന്നിട്ട് പറയും, നീ വിഷമിക്കേണ്ട കാര്യമില്ല, നിൻ്റെ വിഷയത്തിലെല്ലാം ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മറിയം. പോരെ, പിന്നെ നടന്നു പോകും, പിന്നെ കാണത്തില്ല. എന്തൊരു സംഭവമാണ് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മ നേരിട്ട് വന്ന് ആൾക്കാരോട് അവരുടെ അങ്ങനെ, ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 40 കൊല്ലം അടുത്തായി. ഇങ്ങനെ ഒരു ആധ്യാത്മികത, ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുകൂടിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിയൻ വിശ്വസിക്കുന്നവർ എല്ലാവരും വിചാരിക്കും, ഞങ്ങൾക്കറിയാം മാതാവല്ലേ എന്ന രീതിയിൽ ചിലർക്ക് ഇപ്പോഴും വിഡ്ഢിയാന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് പുതിയ ആധ്യാത്മികത എന്ന് പറയണത് പുതിയ ജീവിത സാഹചര്യങ്ങളോട് ദൈവത്തിൻ്റെ കരുതലാണ്. അപ്പോഴേ ഫ്രഷ് ഹാൻഡാണ് ഇവിടെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്. ഫ്രഷ് ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടും വിശ്വാസത്തിലേക്ക് വരണവർ. നമ്മളിങ്ങനെ കേട്ട് പഴകി ഉഴപ്പി ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, കൊന്തയില്ലേയും ഉറങ്ങിയും തൂങ്ങി കണാഗുണയൊക്കെ, ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞാൻ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നുള്ള പറയുമ്പോൾ പറയും ഞാൻ കണ്ടീഷൻ എന്താ പറയണത്? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള അലവലാതി ക്രിസ്ത്യാനികളെന്നുണ്ട്. അവരൊഴിച്ച് ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരണ ആൾക്കാർ ഇട്ടുവെട്ട് ഹാർവസ്റ്റിംഗ് ആണ്. കാര്യത്തിൽ അവരതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ തന്നെ ഈ 4th സ്റ്റേജിൽ ക്യാൻസർ 4th സ്റ്റേജാണെന്ന് പറഞ്ഞാലും മരിയൻ ആയിട്ടുള്ള ആൾക്കാർ വെറുതെ നിൽക്കുകയുള്ളൂ. എന്താ കാര്യം? ഡോക്ടർ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോഴും ഇവർ സഹായം കിട്ടിയ പോലെ നിൽക്കും. എന്താണ്? അമ്മയുണ്ടല്ലോ എന്നാ പറയണത്. അത് ജാതി മതഭേദമെന്നെ എല്ലാവരും പറയുന്ന വാക്കാണ്. അമ്മയുണ്ടല്ലോ എന്ന് ആദ്യം നമുക്ക് പറഞ്ഞു തന്നത് ഈശോ തന്നെയാണ്. ഞാൻ പോവുകയാണ്, അമ്മയുണ്ടല്ലോ. ഈശോ അവസാനമായിട്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ ദിവസം എത്തിക്കുമ്പോൾ ഈശോ പറയും, വിഷമിക്കണ്ട, അമ്മയുണ്ടല്ലോ, ഇതാ നിൻ്റെ അമ്മ. എന്നാൽ അവിടെ പറയേണ്ട ഒരു കാര്യമില്ലേ? ഒരു കുറച്ചിയായിട്ട് ശ്വാസം പോലും കിട്ടാതെ നിൽക്കുമ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പറയാതിരിക്കാൻ ഈശോയ്ക്ക് പോലും പറ്റത്തില്ല. അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ, രക്തപങ്കിലമായി ശ്വാസം കിട്ടാതെ കുരിശിൽ മരിക്കുമ്പോഴും അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ ഈശോയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അതെന്തൊരു അമ്മയായിരിക്കും? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്താണ് ഈ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉടമ്പടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കാരണം ഇവർ ഈ അമ്മയാണ് ഫസ്റ്റ് ക്രിസ്ത്യൻ. ഇപ്പം ചില വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ല, വിണ്ണന്മാരായിട്ടുള്ള സഭാ ശുശ്രൂഷകരും ഉണ്ട്. ഇവർ പറയും മാതാവിനെ ദൈവമാക്കുകയാണെന്ന്. ഇവന്മാർ എന്നാ വിഡ്ഢിയാന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. അത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയും അവർ മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികതയ്ക്ക്
ജനക്കൂട്ടത്തിൻ്റെ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ നമ്മളെ വെറുതെ ചുമ്മാ ഇങ്ങനെ തെച്ച് സംസാരിക്കണതാണ്. അത് പിടിച്ച് തന്നെത്താനുള്ള നിലനിൽപ്പിന് വേണ്ടി ആശ്വാസത്തിന്, അസൂയക്കാരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയണതാണ്. ഇവിടെ എന്ത് സംഭവിക്കണത്? അമ്മ ഒരു ഫസ്റ്റ് ക്രിസ്ത്യനാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്തിനാ ലോകത്ത് നൽകിയത്? ദൈവം ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കാനാണ്, ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണ്. അങ്ങനെ ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ച ആദ്യത്തെ ആളാണ് അമ്മ. അപ്പം അമ്മയുടെ ഉടമ്പടി ജീവിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെയാണ് നമ്മൾ ജീവിക്കണത്. ഇവിടെ ചില ആൾക്കാർക്ക് ചില പറ്റിപ്പ് സംഭവിച്ചത്, ഇവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ആ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരുടെ കാര്യം നടക്കുക എന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുത്തു. അവിടെയാണ് ചില പമ്മലുകളൊക്കെ സംഭവിച്ചത്. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വഴി നോക്കിക്കും വഴിയെ പോണവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊരു ഒരു കഥയില്ല, വീട്ടിലിരിക്കാൻ പറയും. ഉടമ്പടി സത്യസന്ധമാണ്. വെയിലും മഴയും കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് കർത്താവിന് കൈമാറേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയുടെ സത്യസന്ധത എന്ന് പറയുന്നത്. അത് മിടുക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ഓർക്കും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്ന് നോക്കാതെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, ഞാനും എൻ്റെ ദൈവമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധത്തിൽ ദൈവത്തിന് ഏറ്റു പറയുന്നവരുണ്ട്. അവരൊക്കെ പലരും കൈവിടുക ദൈവം ഒരിക്കലുമില്ല. നാട്ടുകാരെ പേടിച്ചാൽ നിങ്ങൾ ജീവിതത്തെ പേടിക്കേണ്ടി വരും. എല്ലാവർക്കും പറഞ്ഞ അബദ്ധം അതാണ്. അതുകൊണ്ട് അമ്മ ഉടമ്പടി തന്നപ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കച്ചകെട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ പണിയായിട്ടുണ്ട്. അവർക്കിവിടെ കൃപാസനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ഥലമല്ല ഇതെന്ന് പറയണത് സത്യസന്ധമായിട്ട് വിശ്വാസം ജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരിക്കലേ കൃപാസനം മാതാവിൻ്റെ പടങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഹാലിളകിയത് മുഴുവനും അച്ഛന്മാരാണ്. അച്ഛന്മാരെ വീട് വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ കൃപാസനം മാതാവിൻ്റെ പടം അവിടെ ഉണ്ടാവും. ഉടനെ ഇവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് വികാരവിക്ഷോഭരായി, ഇതിവിടുത്തെ മാതാവ്, ആരുടെ മാതാവ്, ആർക്ക് പ്രത്യക്ഷപ്പെട്ട് എന്ത് കാര്യം വീട്ടിൽ വെക്കാൻ സഭ അംഗീകരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ വിരട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഇന്നത്തെ അവസ്ഥ നോക്കണം. ഞാൻ വിഷയത്തിലൂടെ കിടക്കണില്ല. ഞാൻ അന്നും ഇന്നും ഒന്നും മിണ്ടത്തില്ല. എനിക്കറിയാം ദൈവം ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന്. ഇപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? നമ്മുടെ വീടുകളിൽ നിന്ന് എടുത്ത് മാറ്റിയ രൂപങ്ങളുള്ള എടുത്ത് മാറ്റിയ അച്ഛന്മാരും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും അച്ഛൻ വന്നിട്ട് കൃപാസനം മാതാവിൻ്റെ രൂപം എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. വേറെ ഒന്നും ഉണ്ടാവില്ല. കാര്യം ഇത് ദൈവിക പദ്ധതി. ഇവർ ഓർത്തത് എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഏതാണ്ട് ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ സർക്കാർ വെച്ച് ഈശ്വരെ പിടിക്കണ പോലെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി അമ്മയുടെ ഒരു പുതിയ അവതാരം ഇറക്കിയിരിക്കണമെന്ന് വിചാരിച്ചു. ഇത് അവരുടെ അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാറ്റും പെശരും എനിക്ക് ഒരു 10-20 വീഡിയോ ഒക്കെ നമുക്കെതിരെ ഇറങ്ങുമ്പോഴും ഞാൻ കൂടാതെ കൊന്നേം ചെല്ലിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മാത്രം അറിയാം എന്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട സത്യത്തെക്കുറിച്ച്. അപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ആ തലമുറയാൽ അംഗീകരിക്കപ്പെടാതിരിക്കുക. അപ്പോഴും ഇതേറ്റ് പറയുന്ന ഒരു തലമുറ വീണ്ടും വരും. അതെന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. ഇന്നത്തെ സാക്ഷ്യത്തിന് 12 കൊല്ലം അവർക്ക് മക്കളില്ല. 12 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ കിട്ടത്തില്ല. പക്ഷെ ആരോ പറഞ്ഞ് കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന വിഷയങ്ങളൊന്നുമില്ല, നിങ്ങൾ പറയുന്ന വൈദ്യശാസ്ത്രത്തിനത് വിഷയവുമില്ല, അമ്മ തീരുമാനിച്ച അറ്റകൈ തീരുമാനമാണെന്ന്. അവരെന്ത് ചെയ്ത്? അമ്മയുടെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ല. അതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഇതുവരെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അടുത്ത മാസം നോക്കിയപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഓൺലൈൻ ഉടമ്പടി അമ്മ തരണകാലത്ത് ഇതിങ്ങനെ പ്രവർത്തിക്കപ്പെടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം എന്തോ തീരുമാനിച്ചിട്ടുണ്ടേ.
മനുഷ്യന്മാരുടെ തലമുറയുടെ വായടച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനം വെളിച്ചത്ത് വരും. അതുവരെ പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഉപവി പ്രവർത്തനങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവും പ്രാർത്ഥന തന്നെയാണ്. എന്തിനാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം ലോകത്ത് അറിയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം ലോകം മുഴുവൻ അംഗീകരിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടതിനെ, അത് നിറവേറണം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ഈ കൃപാസനം പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? ആ ദൈവത്തിൻ്റെ തിരുമനസ്സ് ലോകത്തിന് വെളിപ്പെടാൻ വേണ്ടി സഭ ഇത് അംഗീകരിക്കുന്ന ഒരു കാലത്തേക്ക് വേണ്ടി നമ്മൾ ഉള്ളിലേക്കുള്ള വേദന അനുഭവിച്ചവർ പ്രാർത്ഥിക്കണം. ഇപ്പം നോക്കിക്കേ, ചില അച്ഛന്മാർ നമ്മുടെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി നമ്മുടെ വീടുകളിൽ നിന്ന് കൃപാസനം മാതാവിനെ എടുത്തു മാറ്റി, അല്ലേ? അവരൊക്കെ പിന്നെ തിരിച്ചു വെച്ച് ചിലവരൊക്കെ. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഈ മെയ് മാസം രൂപത ബിഷപ്പ് തന്നെ നമ്മുടെ ജോയി ആലപ്പാട്ട് തിരുമേനി ചിക്കാഗോ രൂപതയിൽ കത്തീഡ്രൽ പള്ളിയിൽ മാതാവിന് കൃപാസനം മാതാവിന് ആഘോഷമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അത് പിന്നെ എന്താ പറ്റി? ഇനിയിപ്പോൾ ആർക്കും എന്നാ പറയാൻ പറ്റും? അതും ഈ മെയ് മാസത്തിൽ നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മെയ് മാസത്തിൽ വേറൊരു സംഭവം നടന്നു. വത്തിക്കാനിൽ നിന്നൊരു പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം? പണ്ട് ഡിക്കാസ്ട്രിയിൽ നിന്ന്, അതായത് ഈ അത്ഭുതങ്ങൾ മരിയൻ അപ്പാരിഷൻസൊക്കെ പഠിക്കുന്ന ആരാധനാ സംഘമാണ്, അല്ലെങ്കിൽ പഠന തിയോളജിയൻസിൻ്റെ ഒരു സമൂഹമാണ്. പരിശുദ്ധ പിതാവാണ് എൻ്റെ അധ്യക്ഷൻ, അൾട്ടിമേറ്റ് അധ്യക്ഷൻ. അവരുടെ പഠനങ്ങളിൽ നിന്നൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? എവിടെയെങ്കിലും മരിയൻ പ്രത്യക്ഷീകരണം ഉണ്ടായാൽ ഉടനെ ചാടിക്കയറി അത് നിഷേധിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കതുകൊണ്ട് അനുഭവങ്ങളുണ്ടെങ്കിൽ അതിൽ അന്ധവിശ്വാസം ഇല്ലെന്ന് മാത്രം ബിഷപ്പ് ഉറപ്പ് വരുത്തിയാൽ മതി. പിതാക്കന്മാരുടെ റോളതായി. ബിഷപ്പ്മാരെ പോകണ്ട. ഇപ്പം നമ്മളെന്താ പറഞ്ഞത്? അമ്മ ദൈവം നമ്മളെന്താ പ്രാർത്ഥിച്ചത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭ ഏറ്റെടുക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ വരണത്. എന്താ കാര്യം? ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. എങ്ങനെ? ഒരു സംഭവം ഒരു സ്ഥലത്ത് നടന്നു, ഒരു മരിയൻ അപ്പാരിഷൻ നടന്നു. അപ്പോൾ ഒരു തിയോളജിനെ, ഒരു മൊറ തിയോളജിനെ, ഒരു കാൻഡസിനെ വെച്ചുകൊണ്ട് സ്ഥലത്തെ ബിഷപ്പിന് എൻക്വയറി ചെയ്യാം. എൻക്വയറി ചെയ്തിട്ട് അൾട്ടിമേറ്റ് അതിനെ തല്ലിക്കെടുത്തുകയോ ഉദ്ദീപിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് എന്താണ്? അത് ആ റിപ്പോർട്ട് വത്തിക്കാനിൽ അയക്കണം. വത്തിക്കാൻ എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കും. വത്തിക്കാനും കയറി അത് നിഷേധിക്കത്തില്ല. അത് വായിക്കണം, നല്ല രസമൊക്കെയാണ്. വത്തിക്കാനും നിഷേധിക്കത്തില്ല. ജനങ്ങൾക്ക് വിശുദ്ധീകരണമുണ്ടോ, ജനങ്ങൾക്കതുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസം വളരുന്നുണ്ടോ, അവിടെ ജീവിതത്തിന് മാറ്റമുണ്ടോ എന്ന് വത്തിക്കാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പോരെ, ഇതിനേക്കാൾ വലിയ സഭ ഏറ്റെടുക്കാൻ എന്ത് വേണം? ഇതെല്ലാം നടന്നത് ഈ ശനിയാഴ്ചയാണ്, അല്ല ഈ മെയ് മാസത്തിലാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൃപാസനം അമ്മ മോളിൽ തന്നെ മറച്ചുകൊണ്ട് വരികയാണ്. ശരിക്കും സാധാരണ താഴെ നിന്നാണ് മേലോട്ട് പോണത്. ഇപ്പം എന്ത് പറ്റി? മുകളിൽ നിന്ന് താഴേക്ക് മറിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ താഴെ നിന്നൊരു ഒരു ഇമ്പാക്റ്റ് മുകളിലൂടെ കയറി പോകുന്നുണ്ട്. എന്താണ്? ജനങ്ങളെല്ലാം ഉടമ്പടി എടുത്തുകൊണ്ട് മാതാവിനെക്കുറിച്ച് അറിയുകയും അനുഭവിക്കുകയും വഴിക്കവലകളിലും പള്ളികളിലും കിണറ്റിന് ചുവട്ടിലും തിയേറ്ററിൽ പോലും മാതാവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുഭവ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ തന്നെയാണ് ഇതുപോലെ അനുകൂലമായ സഭയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളൊക്കെ വരണത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ലക്ഷ്യം വെക്കും. എന്താണ്? ജനങ്ങളുടെ വിശുദ്ധീകരണം, അതും ജനങ്ങളുടെ ശക്തീകരണം, ജനങ്ങളുടെ നിലനിൽപ്പ്, ലോകത്തിൻ്റെ നിലനിൽപ്പ്, നിത്യതയുടെ പ്രാധാന്യം, അങ്ങനെ അൾട്ടിമേറ്റായിട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രാർത്ഥന പദ്ധതി തന്നിരിക്കുകയാണ്, മരിയൻ ഉടമ്പടി. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. മരിയനാണ് നമുക്ക് തന്നിരിക്കുന്നത്, മരിയൻ ഉടമ്പടിയാണ്. എന്താണ് മരിയൻ ഉടമ്പടി? എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. ആര്? ഈശോ പറയണ പോലെ. ഇതിൻ്റെ അപ്പുറത്ത് എന്താ ചെയ്യാൻ പറ്റണത്? ലോകത്തിൽ മുഴുവനും എന്തെല്ലാം ക്രിസ്തുവിൻ്റെ കാലത്ത്
രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ്? ചില സമയത്ത് ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു ആരും പറയാതെ ഒരു ഫയൽ എടുക്കുന്ന ചരിത്രമുണ്ട്. ഇപ്പം 38 വർഷമായിട്ട് തളർവാദ രോഗിയായിട്ട് കിടക്കുന്ന മനുഷ്യൻ, അവരാരും പറഞ്ഞില്ല, ഒരു മധ്യസ്ഥമില്ലാതെ ക്രിസ്തു തന്നെ നേരിട്ട് എന്നിട്ട് ചോദിച്ച് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അത് ചില കേസുകൾ ദൈവം തന്നെ നേരിട്ടെടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവനും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പും ഇങ്ങനെയാണ്. നിനക്കാരുമില്ലെങ്കിലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള സുവിശേഷമാണ് അതിൽ ഉള്ളത്. പക്ഷേ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മധ്യസ്ഥമാണ്. അപ്പോസ്തലന്മാർ വന്നിട്ട് പറഞ്ഞു, ഇവർക്കിത് ചെയ്തു കൊടുക്കാൻ ഇവൻ യോഗ്യനാണ്, ഇവൻ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് സ്നേഹമൊക്കെ പണിതു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യേശു അവരുടെ കൂടെ പോകും. അതൊരു മധ്യസ്ഥമാണ്. അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ ഒരു മധ്യസ്ഥമാണ്. പക്ഷേ ഈ അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥമായാലും അമ്മയുടെ മധ്യസ്ഥമായാലും നമുക്കറിയാം, അമ്മയുടെ മധ്യസ്ഥത്തിനെ റെഫ്യൂട്ടബിളാണ്. ഇറഫ്യൂട്ടബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. കാലമായാലും കാലമായില്ലെങ്കിലും അത് അമ്മ അങ്ങനെ ഒരു വിഷയം ഏറ്റെടുത്ത് പോയാൽ പിന്നെ ദൈവം അത് ഏത് പാപിയാണെങ്കിലും ചെയ്തു കൊടുക്കും. അത് മരണസമയത്താണെങ്കിലും ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് പാപിയായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുമാണ്. മരണസമയത്തേക്കാൾ വലിയ സമയം മനുഷ്യനുണ്ടോ? കർത്താവിൻ്റെ മരണസമയത്ത് കൂടെ നിന്നത് അമ്മയല്ലേ? അതുകൊണ്ട് മരണസമയത്ത് പോലും അമ്മയ്ക്കാണ് മധ്യസ്ഥ അധികാരമെങ്കിലേ നമ്മുടെ കടങ്ങൾ, രോഗങ്ങൾ, മരണകരമായ അനുഭവങ്ങളെല്ലാം അമ്മയെ ചാർജ് ചെയ്തിരിക്കുന്നതാണ്. എന്തിനാണ്? ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കക്ഷിയാക്കാൻ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അവലംബമാക്കാൻ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ ജീവിതം പടുത്തുയർത്താൻ. അങ്ങനെ ഒരു വലിയ കാലഘട്ടം അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മെയ് മാസമാണ്. കൃപാസനത്തിൻ്റെയും അതിൻ്റെ എല്ലാ മേഖലകളെയും ഈ മെയ് മാസത്തിൽ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കറിയാം കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അമ്മയുടെ മധ്യസ്ഥത്തിൽ ഫോളോ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ മെയ് മാസം അനുഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അടുത്ത ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ വിസ അടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിയും. ഈ മെയ് മാസം ആരെല്ലാം നിയോഗം വെച്ച്, ആരെല്ലാം മടക്കത്തിന് നിയോഗം വെച്ചുകൊണ്ട്, ആരെല്ലാം ഉടമ്പടിയെടുത്ത് മെയ് മാസം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എല്ലാവരുടെ വിഷയം, ഒരു മകൻ്റെ പോലും വിഷയം മാറ്റത്തില്ല, ഒരു മകളുടെ പോലും വിഷയം മാറ്റത്തില്ല. എല്ലാ വിഷയത്തിനും ഒപ്പിട്ടിട്ടുണ്ട് അമ്മ, ഫയൽ കൈമാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ചയിലോ അടുത്ത മാസം അത് കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാലം വരണമെങ്കിൽ ഒക്ടോബർ മാസം വരെ കാത്തിരിക്കണം നമ്മൾ, അമ്മയുടെ റാലിയുടെ കാലം വരെ. അപ്പം അതുവരെ ഈ ചൈതന്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതാണ്. ഉടമ്പടിയിലും അതുപോലെ തന്നെ മരിയൻ സ്പിരിറ്റിലും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.